ഇതാ ഞാൻ പറഞ്ഞത്. അമ്മയായാലും ഭാര്യയായാലും കാമുകിയായാലും അവര് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സം നിൽക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ കൂച്ചുവിലങ്ങിടാൻ സമൂഹവും കുടുംബവും ചേർന്നുണ്ടാക്കുന്ന ഒരു പൊറോട്ട നാടകമാണ് ഈ കല്യാണവും കുടുംബവും. ഓ, തലനാരിഴയ്ക്കാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത്. ഇപ്പോഴും അത് ഓർക്കുമ്പോഴൊക്കെ എന്റെ ബോഡി ഇക്ക, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ മാനവരാശിയുടെ അടിത്തറ തന്നെ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലേ? ഇത് നിന്റെ അച്ഛൻ പണ്ട് പറഞ്ഞല്ലേ? എനിക്കറിയാം. അങ്ങേരങ്ങനെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു നിനക്കറിയുവോ? ഈ സ്ത്രീവർഗത്തെ ഒരു കൈയകലത്തിൽ നിർത്താൻ തുടങ്ങിയതിന് ശേഷമാണ് എന്റെ ജീവിതം മാറി മറിഞ്ഞത്. ഞാൻ 3 വർഷം മുന്നേ കണ്ട മുജീബ് ലക്ഷണമൊത്തൊരു വായി നോക്കിയായിരുന്നു. നന്മയുള്ള സ്ത്രീലമ്പടൻ. എന്റെ പൂർവാശ്രമത്തിലെ കഥ പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കരുത്. പണ്ട് എന്തായിരുന്നു എന്നുള്ളതല്ല, ഇപ്പൊ എന്തായി തീർന്നു എന്നുള്ളതാണ് പ്രധാനം. ഇതാ പറഞ്ഞത്. പണ്ടും ഞാൻ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കില്ല. വിശ്വസിക്കൂല. പറഞ്ഞ നാവെടുത്ത് വായില് കിട്ടതേ ഉള്ളൂ. ദേ നിൽക്കണൊരു മാറണം ലിഫ്റ്റും ചോദിച്ച്. നിർത്തണ്ടേ, വിട്ടുപോയിക്കോ. അവളെ കണ്ടാലറിയാം അവളൊരു കള്ളിയാണെന്ന്. പോയി. ഹലോ. താങ്ക്സ് ചേട്ടാ. ചേട്ടൻ വണ്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. ചേട്ടൻ വണ്ടി നിർത്തിയല്ലോ, ഇനി എന്താ? വാ. അല്ല, എന്റെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, വാഷ്റൂമിൽ പോയിക്കുവാ. ഇനിയും കുട്ടികളുണ്ടോ? ഞാൻ സോളോ സുപ്രിയ. ബ്യൂട്ടിഫുൾ നെയിം. താങ്ക് യു. ഐ ആം മുജീബ്. ഞാനൊരു ട്രാവൽ വ്ലോഗറാണ്. ഓ, ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു തെറ്റല്ല. എന്നാ സോമപ്രിയ വാ, നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് അവരെ വെയിറ്റ് ചെയ്യാം. ഒരു മിനിറ്റ്. ദേ അവര് വാ, വാ, വീട് വാ. യുവന്മാരാര്? എന്റെ ഫ്രണ്ട്സ് അജു. ഒരു മിനിറ്റ്. എന്തു പറ്റി? ഞാൻ ഒരുപാട് ലഗേജ് ഉണ്ട്, ഒന്ന് ഒതുക്കിയിട്ട് വിളിക്കാം. ശരി. ഫ്രണ്ട്സ്, ഒരു നല്ല മനുഷ്യൻ. എനിക്ക് എത്രയധികം ഫോളോവേഴ്സ് ഉണ്ടെന്ന് അറിയണോ തനിക്ക്, മരം പട്ടി. ഇക്ക 3 കൊല്ലം മുന്നേ കണ്ട പോലെ അല്ല ഇപ്പൊ, കുറച്ച് കൂടിയിട്ടുണ്ട് നിങ്ങക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇവളുമാരുടെ കുഴപ്പം.